ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിലെ വേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ജ്വല്ലറീസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ജ്വല്ലറീസൊക്കെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും, അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഇന്നത്തെ ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ വേണ്ടത് അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ജ്വല്ലറിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജ്വല്ലറീസ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ നോക്കി നല്ലൊരു സപ്ലയറെ കണ്ടുപിടിക്കാം. അപ്പം എറണാകുളത്താണെങ്കിലും അതുപോലെ കേരളത്തിന് പുറത്താണെങ്കിലൊക്കെ ഒരുപാട് സപ്ലൈസ് ഉണ്ട്. നമ്മുടെ പ്രൈസിങ്ങുമായിട്ടൊക്കെ ഓക്കെ ആകുന്ന ഒരു നല്ലൊരു സപ്ലയറെ കണ്ടുപിടിക്കുക. അത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകത്തില്ല, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ നമുക്ക് ക്വാളിറ്റി പോരാന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ബെറ്ററായിട്ടൊരു സപ്ലയറെ കണ്ടുപിടിക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ജ്വല്ലറീസ് ഈ പറഞ്ഞ പോലെ നമുക്ക് കേരളത്തിന് പുറത്ത് അവൈലബിൾ ആണ്, കേരളത്തിനുള്ളിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഏകദേശം നമ്മളെപ്പോലെ ജ്വല്ലറീസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പേജസിലൊക്കെ കയറി ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ആദ്യമേ കയറി കിട്ടുന്ന വിലയ്ക്ക് ജ്വല്ലറി വാങ്ങരുത്. അതായത് നമുക്കിത് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് വേണം ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ആദ്യമേ കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ഓരോ പേജുകളിലൊക്കെ ഇൻസ്റ്റാ പേജിലൂടെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് വേണം നമ്മളെ സപ്ലയറിൻ്റെ പ്രൈസ് ഓക്കെ ആണെന്ന് നോക്കാനായിട്ട്. അല്ലാതെ നമ്മൾ അതിൻ്റെ പ്രൈസ് അവർ പറയുന്ന പ്രൈസിൽ ഉടനെ ചെന്ന് വാങ്ങരുത്. കാരണം നമുക്കതിൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ എത്ര വിലയുണ്ടോ ആ വിലയിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ആണോ എന്നുള്ള ഒരു മാർജിനൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പറ്റിയൊരു സപ്ലയറെ കിട്ടും. ഈ സപ്ലയറെ കണ്ടുപിടിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കെന്താ ക്വാളിറ്റി ഉള്ളൊരു സപ്ലയറെ ഒരു ബിസിനസ് ഓൺടർപ്രീനറും റിവീൽ ചെയ്യില്ല. കാരണം അത് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ കുറേ റെഫറൻസ് എടുക്കും. ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടോ നോക്കിയതിന് ശേഷമേ ഉള്ളൂ നമ്മൾ ഓർഡർ എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഒരു പീസായിട്ടൊന്നും ഇവർ തരത്തില്ല. നമുക്കൊരു 5K അല്ലെങ്കിൽ 10K നമ്മൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇന്ത്യ മാർട്ടിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യ മാർട്ടിൽ നമുക്ക് ജ്വല്ലറി ഹോൾസെയിലേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഔട്ട്സൈഡ് കേരള നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, അവരുടെ പേജസ്, അവരുടെ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ ഒന്ന് നോക്കുക. നമ്മളെ പറ്റിക്കപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ചിലപ്പം ഫേക്ക് ആയിരിക്കാം. അപ്പം നമ്മൾ ഇന്ത്യ മാർട്ടിലാണെങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം GST ഒക്കെ വെരിഫൈ ചെയ്താൽ GST നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഷോപ്പ് ലൊക്കേഷൻ, ഷോപ്പിൻ്റെ അഡ്രസ്സ്, ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഔട്ട്സൈഡ് കേരള ഓർഡർ എടുക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് ക്വാളിറ്റി ജ്വല്ലറി നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മാർജിൻ ആദ്യം ഇടുക. ഇപ്പം നമ്മൾ ഒത്തിരി ലോ ആയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെടും. ഇപ്പം ഇപ്പോൾ ഈ സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇപ്പോൾ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളോർക്കും ആദ്യം കുറച്ച് റേറ്റ് അങ്ങോട്ട് കുറച്ചിടാം, നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടും. നമ്മൾ വെറുതെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം. പക്ഷെ നമ്മൾ റേറ്റ് കുറച്ചിടുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് റേറ്റ് കുറച്ചെടുക്കുമ്പം നമ്മുടെ പ്രോഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അല്ലെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്ന ഒരു തോട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ഞാനൊരു ജ്വല്ലറി ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വരുന്ന ഒരു പ്രോബ്ലം അതാണ്. അപ്പോൾ അത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് ചോദിക്കും, ഈ പ്രോഡക്റ്റിന് ഇതിലും കൂടുതൽ വിലയുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് മാർക്കറ്റ് വാല്യൂ എന്താണോ ഇപ്പോൾ ആ പ്രോഡക്റ്റിനുള്ളത് അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഓർഡർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫറിലൂടെ നമുക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേണ്ടത് പാക്കേജിങ് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ പാക്കേജിങ് മെറ്റീരിയൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, പാക്കേജിങ് മെറ്റീരിയൽസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാം. ഞാൻ പാക്കേജിങ് മെറ്റീരിയൽസ് വേണ്ടി ഈ ഒരു ടൈപ്പ് ബോക്സ് ആണ് വേണ്ടത്, ഫ്ലാപ്പ് ബോക്സ്. അപ്പോൾ ഈ ജ്വല്ലറി ബോക്സ് വരുന്നത് 4x4 സൈസസാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും എൻ്റെ സൈസ് വരുന്നത്.
ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല കട്ടിയുള്ളൊരു ബോക്സാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് 250 റുപ്പീസ് അപ്രോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വേണ്ട നമുക്ക് പാക്കേജിങ് ബോക്സ് ആണ് വേണ്ടത്. അത് നമുക്ക് പല സൈസിൽ കിട്ടും. ഞാൻ ഏറ്റവും ചെറിയ സൈസ് ഇപ്പോൾ കാണിച്ചത് 4x4, അത് പല ഇഞ്ചസിൽ കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് ഒരു ഓർഡറൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു ബോക്സ് മതി. അപ്പോൾ ഇതിന് അപ്രോക്സ് 10 റുപ്പീസ് ഒക്കെ 10 സംതിങ് ഒക്കെ വരത്തുള്ളൂ. 250 ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് നോക്കണം. ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് 250 260 ആ റേറ്റിലാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഒരു ജ്വല്ലറിയൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളെങ്കിൽ ഈ ഒരു ബോക്സ് മതിയാവും. ഇനി അതെല്ലാം നമുക്കൊരു കുറച്ചേറെ ജ്വല്ലറീസ് ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു ബോക്സ് പറ്റത്തില്ല, കുറച്ചും കൂടെ വലിയൊരു സൈസും കൂടെ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ പല സൈസിൽ ബോക്സസ് ഒക്കെ വാങ്ങി വെക്കുവാണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമുക്ക് പാക്ക് ചെയ്യുമ്പം ഭയങ്കര എന്താ പറയുക, ജ്വല്ലറീസ് ഒന്നിൽ കൂടുതൽ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കണം. ജ്വല്ലറി ബോക്സ്, പാക്കേജിങ് ബോക്സ് ഇതൊക്കെ ഓൺലൈനിലുണ്ട്. ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തിട്ട് വേറൊരു ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് എനിക്ക് നല്ല കട്ടിയുള്ളതായിട്ട്, എൻ്റെ ബോർഡ് നല്ല കട്ടിയാണ്. നമ്മൾ കൊറിയർ അയച്ചിട്ടോ പ്രോഡക്റ്റ്സ് ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കിത് നല്ലതായിട്ടാണ് തോന്നിയത്. പിന്നെ വേണ്ടത് നമുക്ക് കവറാണ് വേണ്ടത്, പാക്കേജിങ് കവർ. അപ്പോൾ പാക്കേജിങ് കവറും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 4x4 കയറുന്ന ഒരു സൈസിലെ കവറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോക്സിന് പറ്റിയ കവറാണേ. അപ്പോൾ ഇതും ഒരു അപ്രോക്സ് 250 ആ റേഞ്ച് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെ ജ്വല്ലറീസ് വെക്കാൻ പറ്റിയ ഇതാണ് വേണ്ടത്, കാർഡ്. അപ്പോൾ ജ്വല്ലറീസ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം, നമുക്ക് കസ്റ്റമർക്ക് അയക്കാൻ നേരം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്ന കാർഡ്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു താങ്ക് യു കാർഡും കൂടെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം വെക്കാം. നമ്മുടെ QR കൂടെ വെച്ചിട്ട് ഒരു താങ്ക് യു കാർഡ്, അപ്പോൾ അത് നമുക്കും വെക്കാം, ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ഒരു സ്റ്റിക്കറും കൂടെ വേണം, താങ്ക് യു സ്റ്റിക്കർ. പിന്നെ വേണ്ടത് താങ്ക് യു സ്റ്റിക്കർ. അതായത് താങ്ക് യു സ്റ്റിക്കർ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. ഇത് ഇത്ര സൈസിൽ സ്റ്റിക്കറായിട്ട് സെറ്റ് ചെയ്തെടുക്കുക ചെയ്ത്. അപ്പം ബേസിക്കലി ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് പാക്കേജിങ്ങിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് ബബിൾ റാപ്പർ വേണം. അത് നമുക്ക് സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതൊക്കെ ഞാൻ കോറൽഡ്രോയിൽ എന്താ പറയുക, ഈ ഒരു 4x4 നിൽക്കുന്ന, അതായത് എൻ്റെ പാക്കിങ്ങിൻ്റെ ബോക്സിൻ്റെ സൈസ് 4x4 ആണ്. അപ്പം ഞാൻ ഇത് ചെയ്തേക്കുന്നത് 3.5 ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ചിലാണ് ഈ ഒരു കാർഡ് ചെയ്തെടുത്ത് അതിനുള്ളിൽ വെക്കാവുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ A3 സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് A3 സൈസ് സെറ്റ് ചെയ്തിട്ട് ലേസർ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ക്യാൻവ യൂസ് ചെയ്തൊക്കെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി കോറൽഡ്രോ സോഫ്റ്റ്വെയർ ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പാക്കേജിങ് ഐറ്റംസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് ഹെൽപ്പിംഗ് ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അത്രയൊക്കെയാണ് നമുക്ക് ജ്വല്ലറി ബിസിനസ്സിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ. പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് വരുന്നത് അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.